സ്റ്റുഡൻസ്, അടുത്ത ചാപ്റ്റർ തുടങ്ങിയ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷനെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സോ എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന വേറൊരു പേരാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ നമ്മൾ പഠിച്ചു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഇതും സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ജനറൽ സിൻടാക്സ് അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ജനറൽ ഫോം നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സ്വിച്ച് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. സ്വിച്ച് എക്സ്പ്രഷൻ കേസ് 1 അല്ലെ കേസ് കോൺസ്റ്റന്റ് 1. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1. ബ്രേക്ക്. അടുത്ത കേസ് സ്മോൾ ലെറ്റർ ആണ്, കേസിന്റെ സി സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. കേസ് കോൺസ്റ്റന്റ് 2. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. Case n, constant n. Statement block n. ബ്രേക്ക് ഉണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് block n. Break. Default. Default statement ആണ്. Default. Default state. ശ്രദ്ധിച്ചോ? അതായത് ഒരു എക്സ്പ്രഷൻ നമുക്ക് തരും, ഒരു എക്സ്പ്രഷൻ നമ്മൾ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ എക്സ്പ്രഷന് ഈക്വൽ, ആ എക്സ്പ്രഷന് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ്റെ എന്താണ് കറസ്പോണ്ടിങ് വാല്യൂ, അത് ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ്, ആ വാല്യൂ ഈ ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ഏതെങ്കിലും കേസ് കോൺസ്റ്റൻറ്റുമായിട്ട് ഈക്വൽ ആകുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് പറയാം. സ്വിച്ച് എക്സ്പ്രഷൻ്റെ ഒരു വാല്യൂ കാണും, എക്സ്പ്രഷൻ ഒരു വാല്യൂ ഉണ്ടാകും. ആ വാല്യൂ ഈ കേസ് കോൺസ്റ്റൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തതിന് ശേഷം
ഏതെങ്കിലും ഈ കേസ് കോൺസ്റ്റൻ്റെ വാല്യൂ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. എത്ര കേസ് കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും വരാം. അതാണ് ഞാൻ ഈ ഡോട്ട് ഇട്ടേക്കുന്നത്. എത്ര കേസ് കോൺസ്റ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വിച്ചിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ നമ്മൾ കൊടുത്ത സ്വിച്ചസ് ഈ എക്സ്പ്രഷനിൽ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ഒരു കേസ് കോൺസ്റ്റൻറ്റുമായിട്ടും ഈക്വൽ ആകുന്നില്ലെങ്കിൽ, സെയിം ആവുന്നില്ലെങ്കിൽ, ഡീഫോൾട്ട് കിടക്കുന്ന എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്, ഡീഫോൾട്ട് എന്ന് പറയുന്ന കീവേഡാണ്, ഇറ്റ്സ് എ കീവേഡ്, കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്, അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ അതിൻ്റെ കേസ് കോൺസ്റ്റൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഈക്വൽ ആവുന്ന ഏത് കോൺസ്റ്റൻ്റ് ആണോ അതിൻ്റെ കറസ്പോണ്ടിങ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യില്ല. അതുപോലെ എക്സ്പ്രഷൻ്റെ വാല്യൂ ഒരു കേസ് കോൺസ്റ്റൻറ്റുമായിട്ടും ഈക്വൽ ആവുന്നില്ലെങ്കിൽ, സെയിം ആവുന്നില്ലെങ്കിൽ, ഡീഫോൾട്ട് നമ്മൾ കൊടുത്തേക്കുന്ന എന്താണ്, ഡീഫോൾട്ടിൻ്റെ അവിടെ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതാൻ പോവാണ്. മൂന്ന് വാല്യൂ, 1 that represents Monday, 2 represents Tuesday, and 3 represents Wednesday. മൂന്ന് വാല്യൂ ഉണ്ട്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഓക്കെ, ഞാൻ പ്രോഗ്രാം എഴുതുന്നത്, അതായത് 1 എന്നുള്ള വാല്യൂ ആണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. 2 എന്നുള്ള വാല്യൂ ആണ് എനിക്ക് ഇൻപുട്ട് ചെയ്യുന്നെങ്കിൽ 2 എന്ന് എനിക്ക് ട്യൂസ്ഡേ എന്ന് എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അതുപോലെ 3 എന്നുള്ള വാല്യൂ ആണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് എന്തോ കിട്ടണം, വെനസ്ഡേ എന്നുള്ള വാല്യൂ കിട്ടണം. ഓക്കെ, അപ്പോൾ ഞാൻ പ്രോഗ്രാം എഴുതാൻ പോവാണ്. മെയിൻ ഫംഗ്ഷനൊക്കെ ഉണ്ട്, മെയിൻ ഫംഗ്ഷനും ഹെഡർ ഫയൽസൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാകാൻ വേണ്ടി മാത്രം അതിൻ്റെ കോഡ് മാത്രമേ എഴുതുന്നുള്ളൂ തൽക്കാലം. ഇൻ ഒരു n എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആകാം, 2 ആകാം, 3 ആവാം. എന്നിൻ്റെ വാല്യൂ 1, 2 or 3 ആവാം. അപ്പോൾ നമുക്ക് വാല്യൂ ഞാൻ ഡിക്ലെയർ ചെയ്തു, എന്നു പറഞ്ഞ് ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് സി ഇൻ n ഇൻപുട്ട് ചെയ്തു. എന്നിൻ്റെ വാല്യൂ എന്തൊക്കെയാവാം, 1, 2 or 3 ആവാം. ഓക്കെ, എന്നിട്ട് ഞാൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാണ്. സ്വിച്ച് n കേസ് 1 see out Monday, break. അടുത്ത കേസ് 2 see out Tuesday, break. അടുത്ത കേസ് 3 see out Wednesday, break.
അടുത്ത default. Invalid input. Cout invalid input. ആദ്യം 3 വാല്യൂ ഉണ്ട്, 1, 2, 3. 1 ഞാൻ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. 2 എന്ന് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ട്യൂസ്ഡേ എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. 3 ആണ് ഞാൻ ഇൻപുട്ട് ചെയ്യുകയെങ്കിൽ വെനസ്ഡേ എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. സപ്പോസ് ഈ n ആണ് ഈ 1, 2, 3 എന്ന് പറയുന്ന വാല്യൂ. ആദ്യം ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു n ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. എന്നിട്ട് ഞാൻ ഏത് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യുകയാണ്. ഇറ്റ് മേ ബി 1, 2 or 3. സപ്പോസ് ഞാൻ ഇൻപുട്ട് ചെയ്ത് 3 ആണെന്ന് വെച്ചോളൂ. 3. ഓക്കെ, ആദ്യം എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3. അപ്പോൾ സ്വിച്ച് 3. ഇപ്പോൾ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ്? 3 ആണ്. ഈ 3 എന്നുള്ള വാല്യൂ ഈ കേസ് കോൺസ്റ്റൻറ്റുമായിട്ട് ചെക്ക് ചെയ്യും. 3 ഈസ് ഈക്വൽ ടു 1 ആണോ? അല്ല. 3 ഈസ് ഈക്വൽ ടു 2 ആണോ? അല്ല. 3 ഈസ് ഈക്വൽ ടു 3 ആണോ? ആണ്. അപ്പോൾ എന്തോ സംഭവിക്കും? ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പ്രിൻ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വെനസ്ഡേ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്നിട്ട് കൺട്രോൾ ആ ലൂപ്പിന് വെളിയിലേക്ക് പോകും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു ടേക്ക് ദ കൺട്രോൾ ഔട്ട് ഓഫ് ദാറ്റ് ലൂപ്പ്. കൺട്രോൾ ആ ലൂപ്പിൽ നിന്ന് തന്നെ വെളിയിൽ പോകാനായിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണോ അത് വെച്ച് ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യും. എപ്പം എക്സ്പ്രഷൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു കേസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഈക്വൽ ആകുമോ അപ്പോൾ ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. വേറൊരു സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യില്ല. വേറൊരു കേസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കത്തില്ല. പറയാൻ മനസ്സിലാവുന്നുണ്ടല്ലോ? സപ്പോസ് ഞാൻ 4 എന്നുള്ള വാല്യൂ, എന്നിൻ്റെ വാല്യൂ 4 ആണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത് വെച്ചോളൂ. 4 എന്നുള്ള വാല്യൂ ഇൻപുട്ട് ചെയ്തു. അപ്പം സ്വിച്ച് 4 എന്നാവും അല്ലേ? 4 എന്നാവും. അപ്പോൾ 4ൻ്റെ കറസ്പോണ്ടിങ് ഏതെങ്കിലും കേസ് ഉണ്ടോ എന്ന് നോക്കും. 4ന് ഈക്വൽ ആവുന്ന ഏതെങ്കിലും കേസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല. കേസ് 1, കേസ് 2, കേസ് 3 വരെ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യില്ല. നേരെ ഈ ഡീഫോൾട്ട് പാർട്ടി വരും. ഡീഫോൾട്ട് പാർട്ടി വന്നിട്ട് ഡീഫോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇത്രയേ ഉള്ളൂ. എക്സ്പ്രഷൻ്റെ വാല്യൂ കേസ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഒന്നും ഈക്വൽ ആവുന്നില്ല, അല്ലെങ്കിൽ സിമിലർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെയിം ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീഫോൾട്ട് പാർട്ടി കിടക്കുന്ന എന്താണ് വാല്യൂ ദാറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പം Cout ഇൻവാലിഡ് ഇൻപുട്ട്. അപ്പം എന്തോ പ്രിൻറ്റ് ചെയ്ത് കിട്ടും? ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് പ്രിൻറ്റ് ചെയ്ത്. ക്ലിയർ ആയല്ലോ? ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ജസ്റ്റ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ഓർ ആൻ എക്സ്പ്രഷൻ against a list of integer or character constant. It tests the value of a variable or an expression or an expression against a list of integer or character constants.
ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് വേണേ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ 1 2 3 കേസ് 1 2 3 എന്നാണ് പറയുന്നത്, അത് ഇൻഡിജർ വാല്യൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ക്യാരക്ടർ കോൺസ്റ്റൻസ് വരാം. ഫോർ എക്സാമ്പിൾ കേസ് എ എന്ന് പറയാം, സെമിക്കോളൻ അല്ല കോളൻ ആണ് കേട്ടോ, കേസ് എ എന്ന് പറയാം. അതുപോലെ കേസ് XY എന്ന് പറയാം, എക്സ് എന്ന് പറയാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്യാരക്ടേഴ്സ് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അടുത്ത പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ടെർണറി ഓപ്പറേറ്ററിനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ടാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് represented by question mark and a colon symbol. Test expression. Test expression. Okay. True case code. Like true code എന്ന് പറയുന്നത് true code question mark true code false. Test expression true code false code. മനസ്സിലായത്? ആദ്യം എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ട്രൂ ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്കിൽ ഈ ട്രൂ കോഡ് എന്തിലാണ് എഴുതിയിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? ഈ എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഫോൾസ് കോഡ് എക്സിക്യൂട്ട്, ഫോൾസ് കോഡിൻ്റെ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്, അതായത് കോളം കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എന്താണ് അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ എഴുതാൻ പോവാണ്. ഡെഫിനിഷൻ അല്ല, ഹിയർ if the test expression if the test expression evaluates true, true code will be executed. Otherwise false code will be എക്സിക്യൂട്ടഡ്. ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട്, അതായത് ട്രൂ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഈ എക്സ്പ്രഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് കോഡ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, അതായത് കോളം കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇറ്റ് ഈസ് സിമിലർ ടു ഇഫ് എൽസ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് സിമിലർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. രണ്ട് വേരിയബിൾ ഉണ്ട്, n1 n2. n1 is equal to 50, n2 is equal to 100. n1 എന്ന് പറഞ്ഞ വാല്യൂ 50 ആണ്,
n2 എന്ന് പറഞ്ഞ വാല്യൂ 100 ആണ്, ഓഫ് ടൈപ്പ് ഇൻഡിജർ. n1 n2 ഇൻഡിജർ ടൈപ്പാണ്. n1ൻ്റെ വാല്യൂ 50, n2ൻ്റെ വാല്യൂ 100. ഞാൻ എഴുതാൻ പോവാണ്. അപ്പം ഇൻറ്റ് ബിഗ്, ബിഗ് ഏതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ബിഗ്, ഞാൻ അതിനു വേണ്ടി ഒരു ബിഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഓഫ് ടൈപ്പ് ഇൻഡിജർ. എന്നിട്ട് ഈ എക്സ്പ്രഷൻ എഴുതാൻ പോകണം. n1 ഗ്രേറ്റർ ദാൻ n2, ക്വസ്റ്റ്യൻ മാർക്ക്, n1 അല്ലെങ്കിൽ n. n1ൻ്റെ വാല്യൂ ഉണ്ടോ, ബിഗ് എന്ന് പറയുന്നത് ഏതാണ് ഗ്രേറ്റർ ആ വാല്യൂ സ്റ്റോർ ചെയ്യുക, ബിഗസ്റ്റ് വാല്യൂ അത് സ്റ്റോർ ചെയ്യാനായിട്ടാണ് ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ n1 ഈസ് ഗ്രേറ്റർ ദാൻ n2. 50 ഈസ് ഗ്രേറ്റർ ദാൻ n2 ആണോ? 50 ഈസ് ഗ്രേറ്റർ ദാൻ 100 ആണോ? അല്ല. ആയിരുന്നെങ്കിൽ n1 എക്സിക്യൂട്ട് ചെയ്യണേ, അല്ലാത്തത് കൊണ്ട് n2 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഏത് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും? n2 n2 എന്നുള്ള വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും? ബിഗിൽ സ്റ്റോർ ചെയ്യും. കാരണം 50 ഗ്രേറ്റർ ദാൻ 100 ആണോ? അല്ലാത്തത് കൊണ്ട് ഫോൾസ് പാർട്ട് എന്ന് പറയുന്നത് ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? n2 ആണ്. n2 ആണ് ഫോൾസ് കോഡ് വരുന്നത്, അല്ലെ ഫോൾസ് പാർട്ട് വരുന്നത്. ആ n2ൻ്റെ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും? ബിഗ് സ്റ്റോർ ചെയ്യും. അപ്പം ബിഗ് ഈസ് ഈക്വൽ ടു n2. ബിഗ് ഈസ് ഈക്വൽ ടു n2. n2ൻ്റെ വാല്യൂ 100 ആണ്. ഓക്കെ. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് അതിൻ്റെ ഒരു കണ്ടീഷൻ റിസൾട്ടിനെ ബേസ് ചെയ്ത് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം അതിന് യൂസ് ചെയ്യുന്ന ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് പറയുന്നത്. ഇഫ്, എൽസ് ഇഫ്, നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്, അവസാനമായിട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത പറയുന്നത് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നും പറയും. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഫസ്റ്റ് നമ്മൾ പഠിച്ചു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. iteration statement or looping statement. Iteration statements or looping statements. Okay. എന്താണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സോ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യണം. റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇതിന് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു കണ്ടീഷൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, അതിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സോ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് അല്ലെങ്കിൽ ടു പെർഫോംസ് എങ്ങനെ വേണം എഴുതാം. ഇറ്റ് യൂസ്ഡ് ടു പെർഫോം the repeated execution of a statement.
ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ല ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ആവാം. ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഓർ മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ്. Depend on a condition. Depend on a condition. It is used to perform the repeated execution of a statement or more than one statement depend on a condition. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റോ പല തവണ എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് നിങ്ങൾക്ക് ഡു വൈൽ, വൈല്, ഫോർ, ഡു വൈൽ, ഈ 3 സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത്. ഇപ്പോൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. Loop control variable is used to, that is a variable that controls the execution of the loop. Loop control variable എന്താണ്? Variable that controls the execution of the loop. Variable that controls the execution of the loop. ഈ ലൂപ്പ് വേരിയബിളിൻ്റെ വാല്യൂവിനനുസരിച്ചാണ് നമ്മൾ എത്ര തവണ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ക്ലിയർ ആയാലോ? ഓക്കെ, അടുത്ത ഇനി പറയുന്നത് പാർട്സ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പാർട്സ്, കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിന് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. എല്ലാ ലൂപ്പിനും ഉണ്ട് പാർട്ട് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നോ ലൂപ്പ് എന്നോ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് എന്നോ ലൂപ്പ് എന്നോ എന്താ വേണമെങ്കിൽ പറയാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞായിരുന്നു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ആദ്യത്തെ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്, ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് കൊടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ വാല്യൂ നമ്മൾ ആദ്യം ബിഗിനിങ് നമ്മളൊരു വാല്യൂ ആ ലൂപ്പ് കൺട്രോളിന് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു ഇനിഷ്യലൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ഇനിഷ്യലൈസ് മീൻസ് ആദ്യം നമ്മളൊരു വേരിയബിളിന് വാല്യൂ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇനിഷ്യലൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഇനിഷ്യലൈസ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ചോദിച്ചിട്ടുണ്ടോ? പലപ്പോഴും ചോദിച്ചിട്ടാണ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് ആണ് ഇനിഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഇറ്റ് ഈസ് യൂസ് ടു ഇനിഷ്യലൈസ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ഫസ്റ്റ് വൺ.
ആ ലൂപ്പ് കൺട്രോളിന് ആദ്യം ബിഗിനിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതാണ് ഇനിഷ്യലൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. 2, ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി എ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ ഹൂസ് വാല്യൂ ഐദർ ട്രൂ ഓർ ഫോൾസ്. ഒന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പം ഇറ്റ് ഈസ് എ റിലേഷണൽ. It is a relational or logical. It is a relational or logical expression whose value is either true or false. Either true or false. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. നേരത്തെ നമ്മൾ ഇഫ് പറഞ്ഞ പോലെ ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷന് ഒന്നുകിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും വാല്യൂ. ഇതല്ലാതെ വേറൊരു വാല്യൂ ആ എക്സ്പ്രഷന് വരത്തില്ല. അതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇറ്റ് മേ ബി എ റിലേഷൻ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഇറ്റ് മേ ബി എ ലോജിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ. whose value is either true or false. Third one. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. തേർഡ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. Update statement. It modifies the loop control variable. It modifies the loop control variable by changing its value. It modifies the loop control variable. The loop control variable by changing its value. By changing its value. It modifies the loop control variable by changing its value. Okay. നമ്മൾ ആദ്യം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യണം. എല്ലാ ലൂപ്പ് കൺട്രോളും നമ്മൾ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അതിന് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഫോർത്ത് വൺ, ദ ലാസ്റ്റ് വൺ, ബോഡി ഓഫ് ലൂപ്പ്. Okay. Body of loop contains the statements that is to be repeatedly executed. That is to be repeatedly executed. Contains the statements that is to be repeatedly executed. അപ്പം 4 പാർട്ടാണ്, 4 കമ്പണൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഇനിഷ്യലൈസേഷൻ, ദാറ്റ് ഈസ് യൂസ് ടു ഇനിഷ്യലൈസ് ദ
ലൂപ്പ് വേരിയബിൾ, രണ്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷന് രണ്ട് വാല്യൂ വരത്തുള്ളൂ, ഒന്ന് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇറ്റ് മേ ബി എ റിലേഷണൽ എക്സ്പ്രഷൻ ഓർ മേ ബി എ ലോജിക്കൽ എക്സ്പ്രഷൻ. അടുത്ത മൂന്നാമത്തെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു അപ്ഡേറ്റ് ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ ചേഞ്ച് ദ വാല്യൂ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ബോഡി ഓഫ് ലൂപ്പ്. ബോഡി ഓഫ് ലൂപ്പിനകത്ത് നമ്മൾ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ബോഡി ഓഫ് ലൂപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത്രയാണ് പാർട്ട് ഓഫ് ദി ലൂപ്പ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, വൈൽ സ്റ്റേറ്റ്മെന്റ് ജനറൽ സിന്റാക്സ്. വൈൽ വൈൽ അതിൻ്റെ ജനറൽ ഫോം എല്ലാത്തിനും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നിങ്ങൾ എല്ലാത്തിനും ജനറൽ ഫോം അല്ലെങ്കിൽ ജനറൽ സിൻടാക്സ് എന്നാണ് പറയുന്നത്. സിൻടാക്സ് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അതിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ചെറിയ വ്യത്യാസം ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അല്ല ബുക്കിലുള്ള പോലെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്നും പറയാം. സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതിയാൽ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് കാണും. അടുത്ത വൈൽ, സ്മോൾ ലെറ്റർ ആണ്. വൈൽ കീവേഡ് ആണ്, വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ബോഡി ഓഫ് ലൂപ്പ്. അടുത്ത അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം, ഒരു വാല്യൂ ആദ്യം കൊടുക്കാനായിട്ട്. അടുത്ത ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ജനറൽ സിൻടാക്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതാൻ പോവാണ്. എനിക്ക് 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യണം. 1 തൊട്ട് 10 വരെയുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പം 1 2 3 4 5 6 7 8 9 10 എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് ഉള്ളൊരു കോഡാണ് ബൈ യൂസിങ് വൈൽ ലൂപ്പ്. ഓക്കെ, അപ്പം ഞാൻ എഴുതാൻ പോവാണ്. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്ത് കിട്ടണം. ആദ്യം ഞാൻ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. ആദ്യം i is equal to i. ലൂപ്പിംഗ് വേരിയബിളിന് നമ്മൾ പറയുന്ന ഐട്രേഷൻ, ഈ ഐ എന്ന് പറയുന്നത് ഐട്രേഷൻ വേരിയബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഐട്രേഷൻ വേരിയബിൾ എന്ന് പറയാം. ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 1. എനിക്ക് എന്തൊട്ട് പ്രിന്റ് ചെയ്യണ്ടേ? 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ഐയുടെ വാല്യൂ എന്തോ പ്രിന്റ് ചെയ്തു? ഐയുടെ വാല്യൂ എന്തോ ആക്കി? 1 ആക്കി. ഓക്കെ, വൈ ടെസ്റ്റ് എക്സ്പ്രഷൻ പറയാണ്. വൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. less than or equal to 10. Okay, see out I. See out I, body of the loop ആണ്. അടുത്ത I പ്ലസ് പ്ലസ്. ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്, ഇല്ലേ?
വൈൽ 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ? ആണ്, ട്രൂ ആണ്. ട്രൂ ആയെങ്കിൽ മാത്രമേ, ആ കണ്ടീഷൻ ട്രൂ ആയെങ്കിൽ മാത്രമേ ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ആ കണ്ടീഷൻ നമ്മൾ വൈലിൽ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരിക്കലും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ വൈൽ ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 1, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, സി ഔട്ട് ഐ. ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ എന്തോ പ്രിന്റ് ചെയ്യും? സി ഔട്ട് ഐ 1 പ്രിന്റ് ചെയ്യും. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഇതാണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്, ഐ പ്ലസ് പ്ലസ്. ഇപ്പം ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഒന്ന് ഇൻക്രിമെന്റ്, പ്ലസ് പ്ലസ് മീൻസ് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ ഒന്നും കൂടെ ഇൻക്രിമെന്റ് ചെയ്യാൻ, അതാണ് മീൻ ചെയ്യുക. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഐയുടെ വാല്യൂ എത്രയാവും? 2 ആവും. ഈ ലൂപ്പ് പിന്നെ കറങ്ങി, കൺട്രോൾ കറങ്ങി, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആണല്ലോ. ആണെങ്കിൽ സി ഔട്ടായി. ഇപ്പം ഐയുടെ വാല്യൂ എത്രയാണ്? പിന്നെ ഐ പ്ലസ് പ്ലസ് ചെയ്യും. ഓക്കെ, ഐയുടെ വാല്യൂ എത്രയാവും? 3 ആവും. പിന്നെ ലൂപ്പ് കറങ്ങി വൈൽ തന്നെ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ? ആണ്. സി ഔട്ട് ഐ. എന്തോ പ്രിന്റ് ചെയ്യും? ഐ പ്ലസ് പ്ലസ്. ഐയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യാൻ പറയുന്നു. ഐയുടെ വാല്യൂ എത്രയായി? 4 ആയി. 4 ലെസ് ദാൻ ഓർ, പിന്നെയും കൺട്രോൾ കറങ്ങി ആ കണ്ടീഷൻ്റെ അവിടെ വരും, വൈൽ ലൂപ്പിൻ്റെ അവിടെ വരും. എന്താ സംഭവിക്കും? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണ്. സി ഔട്ട് ഐ. എന്തോ പ്രിന്റ് ചെയ്യും? 4 പ്രിന്റ് ചെയ്യും. പിന്നെ ഐ പ്ലസ് പ്ലസ് ചെയ്യും. എത്രയായി? 4 5 ആവും. 5 ലെസ്, പിന്നെയും കൺട്രോൾ കറങ്ങി വൈൽ ലൂപ്പിൻ്റെ അവിടെ വരും. 5 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ ചെക്ക് ചെയ്യും. സി ഔട്ട് ഐ. എന്തോ പ്രിന്റ് ചെയ്യും? 5 പ്രിന്റ് ചെയ്യും. ഓക്കെ, ഐ പ്ലസ് പ്ലസ്. പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. എത്രയാവും? 6 ആവും. വൈൽ 6 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണെന്ന് ചെക്ക് ചെയ്യും. ആണ്. പിന്നെ സി ഔട്ട് ചെയ്യും. 6 സി ഔട്ട് ചെയ്യും. അങ്ങനെ ഇതുവരെ പോകും? അപ് ടു 10 വരെ പോകും. 10 പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഐ പ്ലസ് പ്ലസ്, പിന്നെ 10ന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എത്രയാവും? 11 ആവും അല്ലേ? എന്നിട്ട് അപ്പോഴും കൺട്രോൾ തിരിച്ചിവിടെ പോകും. 11 ആവുമ്പോൾ കൺട്രോൾ ഇവിടെ പോകും. വൈൽ 11 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ ചെക്ക് ചെയ്യും. ആണോ? അപ്പം 15 കുറവാണോ 10? അല്ല. അപ്പോൾ എന്തോ സംഭവിക്കും? ഈ ലൂപ്പ് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഈ ലൂപ്പ് കൺട്രോൾ ആ ലൂപ്പിന് വെളിയിൽ പോകും. അതാണ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഈ കൺട്രോൾ വെളിയിൽ പോയിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പ്. ഓക്കെ, വൈൽ ലൂപ്പിന് പറയുന്ന പേരാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിനകത്ത് കയറുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആ ലൂപ്പ് ഓഫ് ദ ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എഴുതാൻ പോവാണ്, അതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പോവാണ്. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. എൻട്രി കൺട്രോൾ ലൂപ്പാണ്. കാരണം എന്താണ്? ആദ്യം തന്നെ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ ലൂപ്പിനകത്തോട്ട് കയറത്തുള്ളൂ, ഇല്ലെങ്കിൽ ലൂപ്പിനകത്ത് കയറത്തില്ല. ഹിയർ the condition is checked first. If it is found
If it is found true, body of the loop will be executed. Will be executed. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പ്. ഓക്കെ, ഇത് എൻട്രി കൺട്രോൾഡ് ആണ്, മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത പറയുന്നത് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന് ജനറൽ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ വയൽ പോലെ തന്നെയാണ്. വയലിൻ്റെ എല്ലാ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഫോർ അതിൻ്റെ സിൻടാക്സിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന്. അതിന് ജനറൽ ഫോമാണ്, അല്ലെങ്കിൽ ജനറൽ സിൻടാക്സ് ആണ്. സിൻടാക്സ് എല്ലാം കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഫോർ ഇനിഷ്യലൈസേഷൻ, സെമിക്കോളനാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ, update statement, update statement, body of the loop. നേരത്തെ എഴുതിയ അതേ കാര്യം ഞാൻ എക്സാമ്പിളാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 1 തൊട്ട് എനിക്ക് 10 വരെ പ്രിൻ്റ് ചെയ്ത് ഇടണം. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാൻ പോവുകയാണ്. ഇൻറ്റ് ഐ ഒന്ന് എനിക്കിവിടെ പറഞ്ഞു കൊടുക്കാം, ഇല്ലെങ്കിൽ എനിക്ക് ലൂപ്പിനകത്ത് തന്നെ പറഞ്ഞു കൊടുക്കാം. ഞാൻ തൽക്കാലം വെളി പറഞ്ഞു കൊടുക്കുകയാണ് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇൻറ്റ് ഐ എന്നുള്ളൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യും. ഇതിൻ്റെ ഫോർ ലൂപ്പ് ഞാൻ എഴുതാൻ പോവാണ്. ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 ആണ് ഇനിഷ്യലൈസേഷൻ. ഐ ഈസ് ഈക്വൽ ടു 1 സെമിക്കോളൻ. അടുത്ത ടെസ്റ്റ് എക്സ്പ്രഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അടുത്ത അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഐ പ്ലസ് പ്ലസ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ലൂപ്പ് ഓഫ് ദ ബോഡി സി ഔട്ട് ഐ. ബ്രേസസ് വേണോ നിർബന്ധമില്ല, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ബ്രേസസ് വേണോ നിർബന്ധമില്ല, ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെന്ന് ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ബോഡി ഓഫ് ദ ലൂപ്പിൽ വന്നെങ്കിൽ മാത്രം നമ്മൾ ഈ ബ്രേസസ് യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഓക്കെ, ഇട്ടെന്ന് വെച്ച് തെറ്റൊന്നുമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബോഡിക്കകത്തുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബ്രേസസ് യൂസ് ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ, ആദ്യം ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു ഐ ഈസ് ഈക്വൽ ടു 1. ഇനിഷ്യലൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഐയുടെ വാല്യൂ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണിത്. ഈ ഐൻ്റെ ഐ എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. ഈ ഐ ഈസ് ഈക്വൽ ടു 1. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ ചെക്ക് ചെയ്യും. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ? ആണ്. ഓക്കെ, ഐ പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ നമ്മളിപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതൊരിക്കലും അപ്ലൈ ചെയ്തിട്ടില്ല. ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആന്ന്, ശ്രദ്ധിച്ചോണം. ആന്ന്, ഐ എന്ന് പറയാം 1 ലെസ് ദാൻ ഈക്വൽ 10 ആണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഐ പ്ലസ് പ്ലസ് ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ എന്താവും? ഐ ഈസ് ഈക്വൽ 2 ആവും.
ഐയുടെ വാല്യൂ 2 ആവും. ശ്രദ്ധിച്ചോണം, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. പക്ഷെ അത് പ്രിൻ്റ് ചെയ്യത്തില്ല. സി ഔട്ട് ഐ എന്തേ പ്രിൻ്റ് ചെയ്യുള്ളൂ? 1 എന്നേ പ്രിൻ്റ് ചെയ്യും. ഈ ലൂപ്പ് തിരിച്ച് ഇവിടെ വരുമ്പോൾ മാത്രമേ ഐയുടെ വാല്യൂ 2 ആകത്തുള്ളൂ. അപ്ഡേറ്റ് ചെയ്താലും ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇൻക്രിമെൻ്റ് ചെയ്യും. പക്ഷേങ്കിൽ നമ്മൾ ഔട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അത് ഇഫക്റ്റീവ് ആവുന്നത് തിരിച്ച് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് കൺട്രോൾ പിന്നെയും ആ ഫോർ ലൂപ്പിൽ വരുമ്പോഴാണ് ഐയുടെ വാല്യൂ ഇഫക്റ്റീവ് ആവുന്നത്, അപ്ലൈ ചെയ്യപ്പെടുന്നത്. വാല്യൂ അപ്ഡേറ്റ് ആവും, പക്ഷേങ്കിൽ അത് പ്രിൻ്റ് ചെയ്യത്തില്ല. എന്തേ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ? 1 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഐയുടെ വാല്യൂ എന്തായി? 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ? ആണ്. 2. അപ്പോൾ ഇപ്പം ഐയുടെ വാല്യൂ എത്ര? 2 ആണ്. 2 ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറയും. ഐ പ്ലസ് പ്ലസ്. അപ്പം 2 പ്ലസ് പ്ലസ് എന്തോ? ഐ ഈക്വൽ 3 ആണ്. ഐയുടെ വാല്യൂ 3 ആവും. സി ഔട്ട് ഐ എന്തേ പ്രിൻ്റ് ചെയ്യുള്ളൂ? 2 പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. ഈ ഐയുടെ വാല്യൂ എപ്പോഴും ഇൻക്രിമെൻ്റ് ഇഫക്റ്റീവ് ആണെന്നല്ല അപ്ലൈ ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൂപ്പ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ കൺട്രോൾ പിന്നെയും തിരിച്ച് ഇവിടെ പോകും, ഫോർ ലൂപ്പിൽ വരും. അപ്പോഴേ ഐയുടെ വാല്യൂ ചേഞ്ച് ആവുന്നു, അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഐ പ്ലസ് പ്ലസ്. അത് ആ ആക്ഷൻ ഇഫക്റ്റീവ് ആവുന്നത് പിന്നെ കൺട്രോൾ പിന്നെയും തിരിച്ച് ഫോർ ലൂപ്പിൽ വരുമ്പോഴാണ്. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയായി? 3 ആയി അല്ലേ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണ്. പിന്നെയും ഐ പ്ലസ് പ്ലസ്. ഐയുടെ വാല്യൂ 4 ആവും. പക്ഷെ അത് പ്രിൻ്റ് ചെയ്യത്തില്ല. എന്തേ പ്രിൻ്റ് ചെയ്യുള്ളൂ? സി ഔട്ട് ഐ 3 പ്രിൻ്റ് ചെയ്യുള്ളൂ. ഈ 4 എന്നുള്ള വാല്യൂ ഇഫക്റ്റീവ് ആവുന്നത് പിന്നെ ഈ കൺട്രോൾ തിരിച്ച് ഫോർ ലൂപ്പിൽ വരുമ്പോൾ മാത്രമേ ഐയുടെ വാല്യൂ 4 എന്നുള്ളത് ഇഫക്റ്റീവ് രീതിയിൽ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 4 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണ് ചെക്ക് ചെയ്യും. ആണ്. അപ്പോൾ എന്തോ സംഭവിക്കും? എന്നിട്ട് ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 5 ആവും. പക്ഷെ എന്തേ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ? 4 പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. പിന്നെയും കൺട്രോൾ ഇവിടെ വരും. ഐയുടെ വാല്യൂ എത്രയായി? 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആണ്. പിന്നെ അപ്ഡേറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 6. പക്ഷെ അത് ഒരിക്കലും ഇഫക്റ്റീവ് ആകത്തില്ല. സി ഔട്ട് ഐ. ഓക്കെ, സി ഔട്ട് ഐ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സി ഔട്ട് ഐ. പിന്നെ ഇവിടെ വരുമ്പോൾ ഐയുടെ വാല്യൂ 6 ആവും. 6 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണെന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ അപ് ടു എന്തുവരെ പോകും? അപ് ടു 10 വരെ പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ് ടു 10 കഴിയുമ്പോൾ 10 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അവിടെ സി ഔട്ട് 10 പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ഒരു ലൂപ്പും കൂടെ പോകും. 10 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഐ പ്ലസ് പ്ലസ്. ഐയുടെ വാല്യൂ എത്രയായി? 11. സി ഔട്ട് ഐ 10 പ്രിൻ്റ് ചെയ്തു. 10 പ്രിൻ്റ് ചെയ്തു. ഐ ഈസ് ഈക്വൽ ടു ഇത് പിന്നെയും കൺട്രോൾ ഫോർ ലൂപ്പിലേക്ക് വരും. ഐയുടെ വാല്യൂ എത്രയാവും? 11 ആവും. 11 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ല. അവിടെ വെച്ച് ലൂപ്പ് ബ്രേക്ക് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ കിടക്കുന്നത്, ഇതൊരു പ്രോഗ്രാമിൻ്റെ ഒരു കോഡ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കിടക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അറ്റ് ദാറ്റ് ടൈം അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. ആ കൺട്രോള് ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെയും കൺട്രോൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പിൽ വരുമ്പോൾ മാത്രമേ ആ കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്ഡേറ്റ് ചെയ്യപ്പെടും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. പക്ഷേങ്കിൽ അത് അപ്ഡേറ്റ് എപ്പോഴേ ചെയ്യത്തുള്ളൂ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് കൺട്രോൾ ആ ഫോർ ലൂപ്പിൽ എത്തുമ്പോൾ പിന്നെയും നമ്മൾ ആ ലൂപ്പിലോട്ട് പിന്നെയും കൺട്രോൾ ലൂപ്പിൻ്റെ ബിഗിനിങ് എത്തുമ്പോഴേ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യപ്പെടുന്നുള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ആദ്യമേ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ വാല്യൂ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുള്ളൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഞാൻ ആദ്യം മിൻറ്റ് ഐ എന്ന് വെളിയിലാണ് ഡിക്ലെയർ ചെയ്തല്ലേ. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിക്ലെയർ ഐ എന്ന് പറയുന്നത് ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. ഐ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിക്ലെയർ ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വിത്തിൻ ദ ഫോർ ലൂപ്പ്. അപ്പം ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇൻ ഐ ഈസ് ഈക്വൽ ടു 1. ഇവിടെ വേണ്ട, ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഞാൻ വെളി ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം ലൂപ്പിനകത്ത് ഡിക്ലെയർ ചെയ്യും. ഇത്രയേ ഉള്ളൂ.
ഇതാണ് ഫോർ ലൂപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. ഇതും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഓക്കെ, ഇതും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. Here the initialization comma test expression and update statement are placed in a single statement. എല്ലാം ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ പറയുന്നത്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതാണ് ഫോർ ലൂപ്പ്. അടുത്ത ഇനി പറയുന്നത് ലാസ്റ്റ് വൺ ഈസ് ഡു വൈൽ. അതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഡു. ശ്രദ്ധിച്ചോണം, ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഡു ബോഡി ഓഫ് ദി ലൂപ്പ്. Updation statement. Initialization statement do body of the loop. Updation statement close ചെയ്യുക. ആ ബ്ലോക്കിനെ ക്ലോസ് ചെയ്യുക. While test expression. വൈൽ ലൂപ്പിനകത്ത് ഞാൻ എന്താ ചെയ്തേ? കണ്ടീഷൻ എവിടെ കൊടുത്തു? ആദ്യം കൊടുത്തു. ഡു വൈലിനകത്ത് ഞാൻ അവസാനം കൊടുത്തു. ഇതിന് വൈൽ ലൂപ്പും ഡു വൈൽ ഇതിന് പറയുന്നതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയും. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പും. ഇത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. വൈലും ഡു വൈലും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് ഡു ലൂപ്പ്, ആ ബോഡി ഓഫ് ദ ലൂപ്പ് will be, അല്ലെങ്കിൽ the body of the loop will be executed at least once. ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കും. വൈൽ ലൂപ്പിൽ അങ്ങനെയല്ല. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരിക്കലും ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടെ ഡു വൈൽ വേറെ രീതിയാണ്. the body of the loop will be executed at least once even if the condition is false. ഒരു തവണ എന്തായാലും ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. വൈൽ അങ്ങനെയല്ല. വൈൽ എങ്ങനെയാണ്? ബോഡി ആ കണ്ടീഷൻ ഫോൾസ് ആയാൽ പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തേയില്ല. ഇതാണ് മെയിൻ വ്യത്യാസം. ഇവിടെ ഒരു തവണ എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും.
കാരണം എന്താണ്, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലാസ്റ്റാണ് ഡു വൈലിനകത്ത്. വൈലിനകത്താണെന്നുണ്ടെങ്കിൽ ആദ്യമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. നേരത്തെ എഴുതിയ പോലെ തന്നെ ഇത് എഴുതുകയാണ്, വേറെ വ്യത്യാസം ഒന്നും തന്നെ ഇനി കണ്ടീഷൻ ചെക്കിങ്ങിനുള്ള വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണ്, ഇൻറ്റ് I is equal to 1 initialization statement. Okay. Do C out I plus plus y I less than or equal to 10. ആദ്യം ഐയുടെ വാല്യൂ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഡു സി ഔട്ട് ഐ എന്തോ പ്രിന്റ് ചെയ്യും? 1 പ്രിന്റ് ചെയ്യും. ഐ പ്ലസ് പ്ലസ് ഐ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ പറയും. ഐയുടെ വാല്യൂ എത്രയായി? 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണെന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ പിന്നെയും കൺട്രോൾ എങ്ങോട്ട് പോകും? ഡൂയിൽ വരും. അടുത്ത് 2 പ്രിന്റ് ചെയ്യും. സി ഔട്ട് ഐ എന്തോ പ്രിന്റ് ചെയ്യും? 2 പ്രിന്റ് ചെയ്യും. അടുത്ത ഐ പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ എത്രയാവും? 3 ആവും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്ന് വിചാരിക്കും. ആണോ? പിന്നെ ലൂപ്പ് കൂടെ സി ഔട്ട് ഐ എന്തോ പ്രിന്റ് ചെയ്യും? 3 പ്രിന്റ് ചെയ്യും. അടുത്ത ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. എത്രയാവും? 4 ആവും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ? എന്തോ പ്രിന്റ് ചെയ്യും? 4 പ്രിന്റ് ചെയ്യും. അങ്ങനെ അപ് ടു 10 വരെ പ്രിന്റ് ചെയ്യും. 10 വരെ പ്രിന്റ് ചെയ്യും. പിന്നെ ഐ പ്ലസ് പ്ലസ് ചെയ്യും. ഇപ്പം 10ന്റെ വാല്യൂ എത്രയായി? 11 ആവും. 11 ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ? അല്ല. ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. കൺട്രോൾ ബ്രേക്ക്, ആ ലൂപ്പ് തന്നെ ബ്രേക്കായി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ, ആ പ്രോഗ്രാമിനകത്ത് കിടക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. വർക്കിംഗ് ഒക്കെ സെയിം ആസ് ഫൈൽ ലൂപ്പ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്, ഇൻ ദ കേസ് ഓഫ് 2 while loop, even if the condition is false, the body of the loop will be executed at least once. ഒരു തവണയെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത് ഇതിന് ചെറിയൊരു ചേഞ്ച് ചെയ്തിട്ടാണ്. ഐ is equal to 1, ഐയുടെ വാല്യൂ 1 തന്നെ ആയിക്കോട്ടെ. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡു സി ഔട്ട് ഐ എന്തോ പ്രിന്റ് ചെയ്യും? ഐ 1 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഐ പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ എത്രയായി? ഐ is equal to 2i. ഓക്കെ, ഐയുടെ വാല്യൂ ഐ is equal to 2i. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല. കണ്ട, കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോഴേ ആ കണ്ടീഷൻ ഫോൾസ് ആയി. മനസ്സിലായോ? അപ്പോൾ എന്തോ സംഭവിക്കും? ആ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് കൺട്രോൾ ആ ലൂപ്പിൽ നിന്ന് വെളി വരും. അതാണ് ഒരു തവണ. ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്, ദ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു തവണയെങ്കിലും ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. വൈൽ അങ്ങനെയല്ല. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് വെളിയിലേ അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പോലും ഒരു തവണ, ഇൻ ദിസ് കേസ് ഒരു തവണ ആ ലൂപ്പ്, ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പിൻ്റെയും പലപ്പോഴും ഡിഫറൻസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. വൈലും ഡൂവും ലൈനും തമ്മിലുള്ള വ്യത്യാസം. അതിൽ പ്രധാനമായിട്ട് 3 വ്യത്യാസമാണ് പറയുന്നത്. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഡു വൈൽ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, വൈൽ ലൂപ്പിൻ്റെ കേസിൽ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്. വൈൽ ലൂപ്പിനകത്ത് കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്. ഡു വൈലിനകത്ത് കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ലൂപ്പ്. ഓക്കെ, കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ലൂപ്പ്. വൈൽ ലൂപ്പിനകത്ത് if the condition is false, the body of the loop will not be executed. In the case of while loopinathu, while loopine test expression false ആണെങ്കിൽ
ആ ബോഡി ഓഫ് ദ ലൂപ്പ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഓക്കെ, ഡു വൈലിനകത്ത് ദ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ദ ബോഡി ഓഫ് ദി ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഈവൻ if the condition is false. ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും 3 ഡിഫറൻസിയേഷനാണ് ഡു വൈലും വൈലും തമ്മിൽ പറയുന്നത്. ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് തീർന്നു. അടുത്ത ഞാൻ ഒരു ക്ലാസ് കൂടി എടുക്കും ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത്. ആ ക്ലാസ്സിൽ പ്രോഗ്രാംസ് ഇതിനെല്ലാം ബേസ് ചെയ്തൊരു ഓരോ പ്രോഗ്രാംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പ്രോഗ്രാംസ് പഠിക്കേണ്ട ഈ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് അങ്ങനെ അവർ ഇത് ചെയ്യുന്നില്ല, പക്ഷെ പഠിക്കേണ്ടതാണ്, സാധാരണഗതി പഠിക്കേണ്ടതാണ്. പക്ഷെ പ്രോഗ്രാമിംഗ് ലെവൽ അങ്ങനെ അവർ പറയുന്നില്ല ഇപ്പോഴത്തെ ഒരു തീരുമാനം അനുസരിച്ച്. ഓക്കെ, താങ്ക് യു.